ഇത് പിന്നെ നിരാലംബരായിട്ടുള്ള 2 കുഞ്ഞുങ്ങളെ സഹായിക്കണമെന്ന് 24 ചാനലിലെ ഡയറക്ടർ പറഞ്ഞ് ബഹുമാനപ്പെട്ട ശ്രീ ആർ ശ്രീകണ്ഠൻ നായരും ശ്രീ ഉണ്ണികൃഷ്ണൻ സാർ പറഞ്ഞനുസരിച്ച് ഞാൻ ആ കുഞ്ഞുങ്ങൾക്ക് വീട് വെക്കാനായിട്ട് ഒരു 7 സെന്റ് സ്ഥലം എഴുതി കൊടുത്തു. അതിനുശേഷം എനിക്ക് യാതൊരു രീതിയിൽ എനിക്കോ എന്റെ കുടുംബത്തിനോ സമാധാനം കിട്ടുന്നില്ല. ഞങ്ങളെ മനപ്രയാസപ്പെടുത്താൻ സോഷ്യൽ മീഡിയയിൽ ഞങ്ങളെ വലിച്ചു കീറുകയാണ് ചില വ്യക്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ നിരപരാധികളാണ്. ഞങ്ങളെ വെറുതെ വിട്ടേക്കാൻ പറയൂ പ്ലീസ്. എനിക്കിത് മാത്രമേ പറയാനുള്ളൂ. എന്നെ വെച്ച് നിങ്ങൾ ഈ പറയപ്പെടുന്ന ലേഡി വ്ളോഗറാണ്, അവരെന്നെ വെച്ച് ഹലോ, രേണു സുധി ആൻഡ് സജീന വ്ളോഗ്, 2 അലബലാദികള്. അത്രേ പറയാനുള്ളൂ രണ്ടെണ്ണത്തിനെ കുറിച്ചിട്ട്. ഇത്രയും നാളും കുറച്ച് മര്യാദ ഉണ്ടായിരുന്നു, ഇനിയിപ്പൊ ആ മര്യാദ വേണ്ട. തെണ്ടിത്തരത്തിന് ഇത്രയൊക്കെ മര്യാദ മതി. അതുകൊണ്ടാ എവിടെയോ കിടന്നിരുന്ന ഒരു മനുഷ്യൻ ഈ അലവലാതി എന്ന് പറയുന്ന രേണു സുധിക്ക് ഒരു വീട് വെക്കാനുള്ള ഒരു സ്ഥലം അങ്ങ് കൊടുത്തുപോയി. അതോടെ തുടങ്ങിയതാണ് അങ്ങേരുടെ കഷ്ടകാലം. പിന്നെ ഉള്ളത് സജീന വ്ളോഗ്. ഈ രേണു സുധിനെ എങ്ങനെയൊക്കെ എവിടെയൊക്കെ വച്ചിട്ട് വെളുപ്പിച്ച് പൈസ ഉണ്ടാക്കാൻ നോക്കാവോ അങ്ങനെയൊക്കെ നോക്കുന്ന ഒരു സാധനം. ഒരു നാണവും മാനവും ഉളുപ്പും ഇല്ലാത്ത, എവിടെയൊക്കെ രേണു സുധിനെ വിറ്റ് കാശുണ്ടാക്കാൻ പറ്റുമോ അങ്ങനെ വിറ്റ് കാശുണ്ടാക്കുന്ന ഒരു സാധനം. അവരുടെ ചാനലിൽ ആകെ ഉള്ളത് രേണു സുധി, രേണു സുധി, രേണു സുധി. വേറെ ഒരു വീഡിയോ ആ തള്ള ചെയ്യത്തില്ല. രേണു സുധിയുടെ കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും അത് മാത്രം ആ തള്ള ചെയ്യത്തുള്ളൂ. അപ്പൊ ഞാൻ ഈ പറഞ്ഞതിന്റെ അതെന്തായാലും, പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ അങ്ങനെ ഒരു ഇത് ഇങ്ങോട്ട് ഇട്ട് തന്നത് യഥാർത്ഥത്തിൽ ഇത് നിങ്ങൾക്ക് ആർക്കും അല്ല കേട്ടോ. നിങ്ങൾക്ക് ഈ ബ്ലോഗും വേറെ ആർക്കും വേണ്ടിയിട്ടല്ല. ഞാൻ ഷെഫിനൊക്കെ വേണ്ടി തന്നെയാണ് ആ വോയിസ് ഇട്ടത്. ബിഷപ്പിന്റെ ഒരു ഓഡിയോ കയ്യിലിരിപ്പോട്ടത്. കാരണം അവർ ഇത്രയും കിടന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ഇവർക്ക് വേറൊരാൾ കൊടുക്കുന്ന വാല്യൂ എത്രത്തോളം ഉണ്ടെന്ന് ആ വോയിസ് റെക്കോർഡ് ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അല്ലാതെ ബിഷപ്പിനെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊന്നും അതിനകത്തില്ല. ആ വോയിസ് ഇല്ല. ഞാൻ തന്നെയല്ലേ ഇത് കടിച്ചു പാമ്പിനെ കൊണ്ട് വിഷറക്കുക എന്ന് പറയുന്ന പോലെ ഞാൻ തന്നെയല്ലേ വോയിസിന്റെ കാര്യം ഇട്ടത്. ഇവര് പറയുന്ന കേട്ടാ തോന്നും അച്ഛൻ എല്ലാ യൂട്യൂബേഴ്സിനെയും വിളിച്ചുകൊണ്ട് വന്ന് രേണു സുധിക്കെതിരെ വീഡിയോ ഇട്ട് എന്നിട്ട് ഈ യൂട്യൂബേഴ്സിനെതിരെ അച്ഛൻ തിരിഞ്ഞു എന്നുള്ളത്. വെറുതെ റീച്ചിന് വേണ്ടിയിട്ട് വെറുതെ കാട്ടിക്കൂട്ടുന്ന തെണ്ടിത്തരം കണ്ടിട്ടാണ് ആളുകൾ എടുത്ത് റിയാക്ട് ചെയ്യാൻ തുടങ്ങിയത് രേണു സുധീന്. അല്ലാണ്ട് അച്ഛനോ ഫിറോസോ കൊണ്ടുവന്ന് പൈസ തന്നിട്ടല്ല ആൾക്കാര് വീഡിയോ ചെയ്തു തുടങ്ങിയത്. കിട്ടിയല്ലോ, നന്നായിട്ട് കിട്ടിയല്ലോ. ആ വീടിന്റെ കാര്യത്തിൽ കിച്ചു തന്നെ വന്ന് പരസ്യമായിട്ട് സംസാരിച്ചല്ലോ, അതെന്റെ വീടാണ്, എനിക്ക് അവിടെ ഒരു പ്രശ്നമില്ല എന്നുള്ളത്. ഇറങ്ങിപ്പോ പെണ്ണുമ്പിള്ളേ, നിങ്ങൾക്കൊന്നും തന്നെ ആ വീട്ടിൽ ഒരു അവകാശം ഇല്ലെന്ന് അവൻ ഓപ്പൺ ആയിട്ട് വന്ന് പറഞ്ഞില്ലേ? കുറച്ച് ഉളുപ്പുണ്ടെങ്കിൽ ഇറങ്ങിപ്പോ. എടുത്ത് സെറ്റ് ചെയ്ത് നോക്കിക്കോ. ഞാൻ ഇട്ട വീഡിയോക്കകത്ത് ചുമ്മാ വന്നിരുന്ന് വളവള എന്തെങ്കിലും പറഞ്ഞിട്ട് പോകുന്നതല്ല. പറയേണ്ടുന്ന പോലെ അതിന്റെ തെളിവുകൾ ഉൾപ്പെടെ തന്നെയാണ് സജീന പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ വോയിസ് റെക്കോർഡ് കേട്ട് ബിഷപ്പിനെ സഹതപിക്കുകയോ പരിതപിക്കുകയോ ആരും ചെയ്യണ്ട. പക്ഷെ ഞങ്ങൾക്ക് ഈ വോയിസ് കേട്ട എനിക്ക് നിങ്ങളോടൊക്കെയാണ് സഹതാപം. ഒരു അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാ ഇപ്പൊ ഞാൻ പറയുന്നുണ്ടല്ലോ, ഒരുപാട് പേർക്ക് കോണ്ടാക്ട് കാണുമല്ലോ, ആ വോയിസ് ഇട്ട് വരാൻ പറ. വോയിസ് എന്തായാലും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, ആ വോയിസ് ഇട്ട് വരാൻ പറ. അത് കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക എന്താന്ന് വെച്ചാൽ. ഓക്കെ, ഞാൻ കേട്ടത് കൊണ്ടാ പറഞ്ഞത്. ഞാനൊരു വ്ളോഗറാണ്. ഇപ്പൊ ഞാനിപ്പോ രേണു സുധി അങ്ങ് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിരിക്കുന്നു. രേണു സുധി അങ്ങ് വെളുപ്പിക്കുന്നു, രേണു സുധിയോ അങ്ങ് ചെയ്യുന്നില്ലെന്ന് പറയും. ഈ രേണുവിന്റെ വൈന്ന് എന്നെ കുറിച്ച് ഒരവസ്ഥ കേട്ടാ ഞാൻ അങ്ങനെ പ്രതികരിക്കും. അത്രേ ഉള്ളൂ. അതാണ് ഉദാഹരണം. നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ എടുത്ത് പുറത്തിട പെണ്ണുമ്പള്ളേ. നിങ്ങൾ ആരെയും ഈ പേടിക്കുന്നേ? കയ്യിലുണ്ട്, നിങ്ങൾ കേട്ടു, നിങ്ങൾ തൊലിച്ചു എന്നൊക്കെ അല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നേ. അപ്പൊ നിങ്ങൾ എടുത്ത് പുറത്ത് വിട്. എന്തിനാ പിന്നെ വേറെ യൂട്യൂബേഴ്സ് എടുത്ത് പുറത്ത് വിടാൻ നിൽക്കുന്നേ? വളരെ വിഷമത്തോടാ ഇപ്പൊ ഈ വോയിസ് അയക്കുന്നത്. അതായത് ചില വ്ളോഗേഴ്സിന്റെ വ്ളോഗിനകത്ത് ഇപ്പം ഇങ്ങനെ ഒരു വ്ളോഗ് വന്നായിട്ട് ഞാൻ അറിഞ്ഞു, എന്റെ എന്തോ വോയിസ് റെക്കോർഡ് എവിടോ ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിന്റെ റീസൺ എന്താന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാല്, ഈ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുൻപ് ഈ രേണു സുധിയുടെ മൊബൈലിൽ നിന്ന് എന്റെ സ്റ്റാഫിന്റെ മൊബൈലിലേക്ക് ഒരു കോള് വരികയുണ്ടായി. ആ സമയത്ത് ഇവിടെ ചായകുടിയുടെ സമയമാണ്, 4 മണി കഴിഞ്ഞ സമയമാണ്. അച്ഛൻ ഈ രേണുസുധിയുടെ വീട്ടുകാരുടെ നമ്പർ ബ്ലോക്ക് ചെയ്ത് വെച്ചത് കൊണ്ട് അച്ഛന്റെ സ്റ്റാഫിന്റെ നമ്പറിലോട്ട് രേണുസുധിയുടെ ആൾക്കാർ വിളിച്ചു. ചായ കുടിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ ആ പയ്യൻ വന്നിട്ട് പറഞ്ഞു, നല്ലൊരു ഫോൺ ഉണ്ടെന്ന് പറയാൻ എന്തെങ്കിലും എടുത്തു. ഞാൻ ആരാന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറയുകയാണ് അവിടുന്ന് അപ്പുറത്തു നിന്നാന്ന് പറഞ്ഞു. ശരി, എന്താന്ന് ചോദിച്ചപ്പോ അവരുടെ രേണു സുധിയുടെ ജ്യേഷ്ഠത്തെയാണ് എന്നോട് സംസാരിച്ചത്. ഇവര് അങ്ങോട്ട് ബിഷപ്പിനെ വിളിച്ചതാ, അല്ലാണ്ട് ബിഷപ്പ് ഇങ്ങോട്ട് വിളിച്ചതല്ല. കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വിളിച്ച് തെണ്ടിത്തരം കാണിച്ച വീട്ടുകാര്. രേണുസുധിയുടെ അല്ലേ വീട്ടുകാരെ? സ്വഭാവം അങ്ങനെ വരത്തുള്ളൂ. വോയിസ് ഇപ്പൊ പുറത്തിടും. അച്ഛന്റെ ഡബിൾ സ്റ്റാൻഡ്, തേങ്ങ കൊല, ഒലക്കയുടെ മൂട്, എന്തൊക്കെ ആയിരുന്നു. തിരുമേനി
ഞങ്ങൾ ഇവിടെ താമസിക്കുന്ന തിരുമേനിക്ക് വിരോധമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ വിരോധമില്ല. പിന്നെ ഈ സോഷ്യൽ മീഡിയയിലെല്ലാം ഒരുപാട് വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, എന്താ അതിന്റെ കാരണം? അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ മറുപടി ഇതാണ്, വ്ളോഗേഴ്സും അങ്ങനെയുള്ള ആൾക്കാർ വീഡിയോ ഇടുന്നത് ഞാൻ പറഞ്ഞിട്ടല്ല അവരൊരു വീഡിയോസ് ഇടുന്നത്. അവര് വീഡിയോ ചെയ്യാൻ വേണ്ടി ചാനലുകൾ തുറന്നു വെച്ചിരിക്കുന്നത്, അവർക്ക് ഇഷ്ടമുള്ള മാറ്ററുകൾ അവർ വീഡിയോ ചെയ്യുന്നു, അവർക്ക് അതിൽ നിന്ന് റവന്യൂ ഉണ്ടാകുന്നു, അവർക്ക് ക്യാഷ് ഉണ്ടാകുന്നു. അവര് അത്രേ ഉള്ളൂ. അല്ലാണ്ട് അച്ഛനോ ഫിറോസോ വന്നിട്ട് ആ വീഡിയോ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ചെയ്യാതിരിക്കുവല്ല ഇവിടെയുള്ള ആൾക്കാര്. ഓരോ ദിവസം ഓരോ കണ്ടന്റുകൾ വെച്ചിട്ട് അവര് വീഡിയോസ് ചെയ്യുന്നു. ചില ദിവസം എന്റെ പേര് പരാമർശിക്കുന്നു. എനിക്കിതിനകത്ത് യാതൊരു വിധമായിട്ടുള്ള എന്റെ യാതൊരു വിധമായ പിന്നെ നിർബന്ധം കൊണ്ട് ഞാൻ ഇന്ന് വരെ ഒരു വ്ളോഗേഴ്സിനോട് വിളിച്ച് പറഞ്ഞിട്ടില്ല എനിക്ക് അനുകൂലമായിട്ടൊരു വീഡിയോ ചെയ്യണമെന്നോ അല്ലെ എന്നെ പ്രൊട്ടക്ട് ചെയ്യണം. നിങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുന്നത് ഇത്ര പ്രശ്നമാണെങ്കിൽ മീഡിയാസിന്റെ മുന്നിൽ പബ്ലിക്കിന്റെ മുന്നിൽ വന്നിട്ട് കാട്ടിക്കൂട്ടുന്ന കോപ്രായം അങ്ങ് നിർത്തിയാൽ മതി. അപ്പൊ പിന്നെ ആരും എടുത്ത് സംസാരിക്കത്തില്ല. ഇത് നിങ്ങൾക്ക് ആൾക്കാരെടുത്ത് സംസാരിക്കുകയും വേണം, കോപ്രായം കാണിക്കുകയും വേണം, എന്നാ പിന്നെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും വേണം. എന്തുവാ മൈൻഡ് സെറ്റ്? ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. അതുപോലെ ഒരു വ്ളോഗർമാർക്ക് എഗനസ്റ്റ് ആയിട്ട് ഡബിൾ സ്റ്റാൻഡ് ഞാൻ എടുത്തിട്ടില്ല ഇതുവരെ. എനിക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം എന്റെ ജോലി വേറൊരു ജോലിയാണ്. ഞാനൊരു മിഷണറി ബിഷപ്പായിട്ടാണ് സേവനം ചെയ്യുന്നത്. എനിക്ക് എന്റേതായിട്ടുള്ള ഒരുപാട് തിരക്കുകളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്യുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ധാരാളം പേര് എന്റെ പിൻപിൽ സമൂഹത്തിൽ ലോകത്തിലെ പല രാജ്യങ്ങളിലും ഉണ്ട്. അപ്പോഴ് ഞാൻ സോഷ്യൽ മീഡിയ വാച്ച് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ സോഷ്യൽ മീഡിയ എല്ലാം തന്നെ വാച്ച് ചെയ്യുന്ന ഒരാളാണ്. അതിനകത്ത് നല്ല കാര്യങ്ങൾ കണ്ടാൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്ത് കമന്റുകൾ ഇടാറുണ്ട്. ഇന്ന് വരെ ഒരാളെ കുറ്റപ്പെടുത്തിയ ഒരു കമന്റ് ഞാൻ എഴുതിയിട്ടില്ല. വ്യക്തികളെ പറ്റിയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ജോലിയെ പറ്റിയോ പ്രൊഫഷനെ പറ്റിയോ അല്ലെങ്കിൽ അവരെ ഒന്നിനെ പറ്റി മോശമാക്കുന്ന ഒരു കമന്റ്സ് ഞാൻ എവിടെയും ഞാൻ എഴുതിയിട്ടില്ല. ഞാൻ ഒരു വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരെ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. അവർ ചെയ്യുന്ന വ്ളോഗുകൾ നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയാറുണ്ട്. അത്രയും മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതുപോലെ വ്ളോഗേഴ്സിന് എഗനസ്റ്റ് ആയിട്ട് ഡബിൾ സ്റ്റാൻഡ് എടുത്ത് ഞാൻ ഇന്ന് വരെ എവിടെയും ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടുമില്ല. പിന്നെ ഇന്ന് വരെ രേണു സുധിക്ക് എതിരായിട്ട് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ ഒരു വ്ളോഗേഴ്സിനെ കേരളത്തിൽ ഒരു വ്യക്തികളെ ഞാൻ സമീപിച്ചിട്ടേ ഇല്ല ഇന്ന് വരെ. എനിക്കതിന്റെ ആവശ്യം എന്താണ്? എനിക്കതിന് സമയമില്ല. കാരണം എനിക്ക് അവരുടെ കാര്യം നോക്കാൻ സമയമില്ല. എന്റെ കാര്യം തന്നെ നോക്കാൻ എനിക്ക് സമയമില്ലാതിരിക്കും. ഞാൻ എന്തിനാ അവർക്ക് എഗനസ്റ്റ് ആയിട്ട് വീഡിയോ ചെയ്യണമെന്ന് മറ്റുള്ളവരോട് ഞാൻ പറയേണ്ട കാര്യം എന്താണ്? അതുപോലെ അവരവിടെ താമസിക്കുന്നതിന് എനിക്കെന്താ വിരോധം? അവർക്ക് സർവ്വസാന്ദ്രമായി പണിതിരിക്കുന്ന വീട്ടിൽ അവരവിടെ താമസിക്കുന്നു, അവിടെ കുടുംബമായിട്ട് അവിടെ ജീവിക്കുന്നു. അതിന് എനിക്കെന്താണ് വിരോധം? ഞാൻ അവരുമായിട്ട് യാതൊരു ശത്രുതയ്ക്കോ ഒരു വഴക്കിനോ പ്രശ്നത്തിനോ പോയിട്ടുള്ള ആളല്ല. ഇതൊക്കെ കുറച്ച് വിവരവും ബോധവും ഉള്ള ആൾക്കാരോട് പറയണം അച്ഛാ. അല്ലാണ്ട് വിവരവും ഇല്ല, ബോധവും ഇല്ല, വിദ്യാഭ്യാസവും ഇല്ല എന്ന രീതിയിൽ ഇരിക്കുന്ന ഇവന്മാരോടോ അല്ലെങ്കിൽ ഇവളുമാരോടോ പോയി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ എന്തൊക്കെ പറഞ്ഞ് കൊടുത്താലും മനസ്സിലാക്കാൻ നോക്കിയാലും ചങ്കരം പിന്നെയും തെങ്ങി തന്നെ. അതാണ് രേണു സുധിയുടെ ഫാമിലിയും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലുള്ള ഏതാനും ചില ആൾക്കാര് ഇതൊരു മാറ്ററാക്കി എടുത്തു വെച്ച് വീഡിയോ ചെയ്തിട്ട് എന്നെ ഇപ്പം ഭയങ്കരമായ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ അവഹേളിക്കുകയും മനപ്രയാസപ്പെടുത്തുകയും ചെയ്യാണ്. അതിന് പ്രത്യേകമായിട്ട് അതിന് മുൻകൈ എടുക്കുന്ന ആരാണെന്ന് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദിവസം എന്റെ മാറ്റർ വെച്ച് വീഡിയോ ഇടുന്ന ഒരു ലേഡി വ്ളോഗർ ഉണ്ട്. ആ ലേഡി വ്ളോഗർ എന്റെ ജീവിതത്തിൽ എന്നെ പറയാൻ വയ്യാത്ത വാക്കുകൾ കഴിഞ്ഞിടയ്ക്ക് പറഞ്ഞ് അവസാനം ഞാൻ പോലീസിൽ പരാതി കൊടുത്തു. കോടതിയിൽ ഇപ്പോൾ ആ കേസ് നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ അവരുടെ പേര് പോലും ഇപ്പോൾ ഞാൻ പബ്ലിക്കിന് മുമ്പിൽ പറയാത്തത്. കോടതിയിൽ കേസ് നിൽക്കുകയാണ്. കോടതിയിൽ അഡ്വക്കേറ്റ് പറഞ്ഞുകൊണ്ട് അവരുടെ പേര് പുറത്ത് പറയേണ്ടതുകൊണ്ട് ഞാൻ അവരുടെ പേര് പറയുന്നില്ല. കോടതിയിൽ ഇപ്പൊ അവർക്ക് എഗനസ്റ്റ് ആയിട്ട് ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അത് അതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നെ ഒരു കാരണമില്ലാതാണ് ഇങ്ങനെ ഇടയ്ക്ക് പിടിച്ചു വെച്ച് എന്നെ മനപ്രയാസപ്പെടുത്തുന്നത്. ഞാൻ ഒരു വ്ളോഗർമാരോടും ഇന്ന വീഡിയോ ചെയ്യണം, ഇന്ന വീഡിയോ ചെയ്യരുത്, എനിക്കത് പറയേണ്ട ആവശ്യമുണ്ട്. സ്വന്തം ചാനലുകളുള്ള വ്ളോഗേഴ്സ് അവർക്ക് സ്വന്തമായിട്ട് ഓരോ പേജുകളുള്ളവര് ഇപ്പൊ അച്ഛനൊരു തീരുമാനം എടുത്തിട്ടുണ്ടല്ലോ, ഇനിയും ഇവരിത് തുടർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലം തിരിച്ചു വാങ്ങിക്കാനുള്ള നടപടി നോക്കുന്നുള്ളത്. ഇനി ഒരു വീഡിയോക്ക് കാത്തു നിൽക്കണ്ട, എത്രയും പെട്ടെന്ന് ആ സ്ഥലം പിടിച്ച് വാങ്ങിയിട്ട് ആ പിശാസിനെയും കുടുംബത്തിനെ അവിടെ നിന്ന് ഇറക്കി വിടും. നിങ്ങൾക്ക് കുറച്ച് സമാധാന സ്വസ്ഥതയും കിട്ടും. ഇപ്പൊ കുറെ ആൾക്കാർ വരും, എങ്ങനെയാലും ജീവിച്ചു പൊക്കോട്ടെ, പക്ഷെ അത് മാന്യമായിട്ട് ജീവിച്ചു പോണം, അല്ലാണ്ട് തെണ്ടിത്തരം കാണിച്ചിട്ടല്ല ജീവിച്ചു പോണ്ടത്. എത്രയും പെട്ടെന്ന് കേസ് കൊടുക്കുക, സ്ഥലം തിരിച്ചു വാങ്ങിക്കുക, അതിന് അർഹതപ്പെട്ട വേറെ ആർക്കേലും കൊണ്ട് കൊടുക്കുക. മതി രേണുസുധിയും കുടുംബം അവിടെ താമസിച്ചത്. എന്ന് ഇതുങ്ങൾ അവിടെ പോയി താമസിക്കാൻ തുടങ്ങി അന്ന് മുതൽ തുടങ്ങിയതാണ് അങ്ങേരുടെ കഷ്ടകാലം. വ്യക്തികളായിക്കൊള്ളട്ടെ ഗ്രൂപ്പുകളായിക്കോട്ടെ അവരോട് ഞാൻ പറഞ്ഞിട്ടാണ് അവർ വീഡിയോ ചെയ്യുന്നത്. അവർക്ക് ഇഷ്ടമുള്ള കണ്ടന്റുകൾ അവർ മാറ്ററായിട്ട് അവർ വീഡിയോ ഇടുന്നു, അവർ വീഡിയോ ചെയ്യുന്നു. അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും റവന്യൂ കിട്ടുന്നുണ്ടെങ്കിൽ അവരത് കൈപ്പറ്റുന്നു. എനിക്കിതിനകത്തൊന്നും ഒരു വരുമാനമില്ല. ഞാൻ ആകെ കൂടെ ചെയ്തത്
പിന്നെ നിരാലംബരായിട്ടുള്ള രണ്ട് കുഞ്ഞുങ്ങളെ സഹായിക്കണമെന്ന് 24 ചാനലിലെ ഡയറക്ടർ പറഞ്ഞ് ബഹുമാനപ്പെട്ട ശ്രീ ആർ ശ്രീകണ്ഠൻ നായരും ശ്രീ ഉണ്ണികൃഷ്ണൻ സാർ പറഞ്ഞനുസരിച്ച് ഞാൻ ആ കുഞ്ഞുങ്ങൾക്ക് വീട് വെക്കാനായിട്ട് ഒരു 7 സെന്റ് സ്ഥലം എഴുതി കൊടുത്തു. അതിനുശേഷം എനിക്ക് യാതൊരു രീതിയിൽ എനിക്കോ എന്റെ കുടുംബത്തിനോ സമാധാനം കിട്ടുന്നില്ല. ഞങ്ങളെ മനപ്രയാസപ്പെടുത്താൻ സോഷ്യൽ മീഡിയയിൽ ഞങ്ങളെ വലിച്ചു കീറുകയാണ് ചില വ്യക്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ നിരപരാധികളാണ്. ഞങ്ങളെ വെറുതെ വിട്ടേക്കാൻ പറയൂ പ്ലീസ്. എനിക്കിത് മാത്രമേ പറയാനുള്ളൂ. എന്നെ വെച്ച് നിങ്ങൾ ഈ പറയപ്പെടുന്ന ലേഡി വ്ളോഗറാണ്. അവരെന്നെ വെച്ച് ഭയങ്കരമായ രീതിയിൽ അവരാണ് ഈ രേണു സുധിക്ക് വേണ്ടിയിട്ട് രേണു സുധിയുടെ സകല കാര്യങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലേഡി വ്ളോഗറാണ് അവര്. സജീന ബ്ലോഗ്സ്. പെണ്ണുമ്പളെ നിനക്കൊക്കെ എന്തിന്റെ കേടാ? ഈ അലവലാതി ഓരോന്ന് കാട്ടിക്കൂട്ടും, എന്നിട്ട് അതിനെ വെളുപ്പിക്കാൻ വേണ്ടിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുറന്ന് വച്ചങ്ങ് ഇറങ്ങിയേക്കുക ഉളുപ്പില്ലാതെ. നിങ്ങൾ വെളുപ്പിക്കുക, ഞങ്ങള് അതില് കരി വരുത്തേക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ശ്രമിക്കാം. നിങ്ങൾ വെളുപ്പിച്ചോണ്ടിരിക്കുന്ന, നിങ്ങൾ കറപ്പിച്ചോണ്ടിരിക്കുക. അപ്പൊ എന്തോ ചെയ്യും? സോഷ്യൽ മീഡിയയിൽ വന്ന് കോപ്രായം രേണുസുതി കാണിക്കുന്നതിൽ കുഴപ്പമില്ല. ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിട്ട് ഓരോ തെണ്ടിത്തരം രേണുസുതി കാണിക്കുന്നതിൽ കുഴപ്പമില്ല. അച്ഛൻ വല്ല വീഡിയോസും ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിൽ പോയി കമന്റ് ഇട്ട് കഴിഞ്ഞാൽ പൊള്ളും അല്ലേ? അച്ഛൻ കൊണ്ടുപോയിട്ട് ഇതുങ്ങളുടെ എല്ലാത്തിന്റെയും പേരിൽ കേസ് കൊടുക്കണം. രേണുസുതിന്റെ കുടുംബം എല്ലാത്തിന്റെയും പേരിലും കേസും കൊടുത്ത് അതുങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കുക. ഇത്രേ പറയാനുള്ളൂ. ഇനി ഈ അലവലാദികൾ അവിടെ വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ സ്വസ്ഥതക്കേട് ഉണ്ടാവുന്നല്ലാണ്ട് ഓരോ ഇതും ഉണ്ടാവാൻ പോകുന്നില്ല. ശരി എന്നാ.